അഹങ്കാരം എന്ന് പറയുന്നത് രോഗത്തിന്. ഭീമാകാരമായ പെട്ടിക്കകത്ത് എനിക്ക് വട്ടുണ്ടായിട്ടല്ല കേട്ടോ, നിങ്ങളുടെ ശമ്പളം എല്ലാം സേവ് ആവല്ലേ പരീക്ഷിക്കാനുള്ളൊരു ത്വരയുണ്ടല്ലോ. ലുക്ക് കൊണ്ട് നമ്മള് ആരെയും ജഡ്ജ് ചെയ്യരുത്. പരീക്ഷണത്തിന് മുകളിൽ മേടിച്ചതാണ്. ഇത് കണ്ടിട്ട് എന്റെ അമ്മേനെ കൊല്ലാതിരുന്ന ഭാഗ്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ വന്നപ്പം തന്നെ ഒരു പെട്ടിയുണ്ട് എനിക്ക് പൊട്ടിക്കാൻ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ മാസം എന്റെ ശമ്പളം തീർന്ന വഴിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊന്നും ഉപയോഗിക്കാത്തവരോട് എനിക്ക് വളരെ ബഹുമാനം മാത്രം. കാരണം നിങ്ങളുടെ ശമ്പളം എല്ലാം സേവ് ആവല്ലേ. എന്റെ ശമ്പളമൊക്കെ തീരുന്നത് എങ്ങനെയാണ് ഗൈസ്? എനിക്ക് നല്ല വിഷമമുണ്ട്. അന്നേരം നിങ്ങൾ ചോദിക്കാൻ എന്നാ പിന്നെ ഓർഡർ ചെയ്തിരുന്നു. അത് പറ്റത്തില്ല. എന്നെ കോലം നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അത്രയെങ്കിലും ഞാൻ ക്ഷമ കാണിച്ചതിന്റെ വലിയൊരു കാര്യം. ഈ ഭീമാകാരമായ പെട്ടിക്കകത്ത് ഒന്നുമില്ല. ഞാൻ ഈ പെട്ടിപ്പൊട്ടിക്കൽ വീഡിയോ എടുത്തു. ഇതെല്ലാം എന്നാ പറയുക, ഞാൻ ഇതെല്ലാം തുറന്ന് നിങ്ങളെ കാണിച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ എല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആണെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. ഒന്നും ഫോക്കസ് ആയിട്ടില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കാണിക്കാമെന്ന്. ചെയ്യണം. ആദ്യം ഞാൻ മേടിച്ചത് ഇതാ ആൽപ്സ് ഗുഡ്നസിന്റെ ഒന്ന് ആംല റീത്ത ഷിക്കക്കായുടെ ഒരു പൗഡറും ഒന്ന് ചെമ്പരത്തി. എനിക്ക് വട്ടുണ്ടായിട്ടല്ല കേട്ടോ, തലയ്ക്ക് കുറച്ച് തണുപ്പൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച ഞാൻ അങ്ങനെ ഹെയർ മാസ്ക് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. സമയത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാക്കി ഉപയോഗിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റേ ക്രീം മാസ്ക് ഒക്കെ ഉപയോഗിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാനത് ഇതുവരെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കൊരു മടി. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണോ അതിലേക്ക് ഇനി ചാടിക്കിടക്കാൻ. എല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് പഠിക്കാനാണ്. അങ്ങനെ എന്റെ പൈസ മൊത്തം തീർക്കലാണ് എന്റെ സ്ഥിരം പരിപാടി. ഓക്കെ, ഇത് ആൽപ്സ് ഗുഡ്നസിന്റെ അലോവേര ജെൽ. ഞാൻ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അലോവേര ജെൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ജോലിക്കൊക്കെ കയറിയപ്പോന്നുണ്ട്. കാരണം സ്ഥിരമായിട്ട് മാസ്ക് വെക്കുമ്പോഴത്തേന് കോവിഡ് ഒക്കെ വന്നതിന് ശേഷം എനിക്ക് മാസ്ക് വെക്കുന്ന കാരണം നന്നായിട്ട് മുഖത്ത് പിമ്പിൾസിനേക്കാളും കൂടുതൽ പിമ്പിൾ വന്നതിന്റെ പാടുകൾ, ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളും ഭയങ്കരമായിട്ട് കൂടുതൽ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അത് പോകണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഏക സാധനം ഈ അലോവേര ജെല്ല. പക്ഷെ ആൽപ്സ് ഗുഡ്നസിന്റെ അല്ല ഞാൻ അലോവേര ജെൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാമാഅർത്തിന്റെയാണ്. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 2-3 ബോട്ടില് ഞാൻ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ എന്നും മുഖം കഴുകിയിട്ട് ഞാൻ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിലും അലോവേര ജെല്ല് അപ്ലൈ ചെയ്യും. പുതിയ സാധനങ്ങൾ പരീക്ഷിക്കാനുള്ളൊരു ത്വരയുണ്ടല്ലോ. ആ ത്വര കാരണം ഞാൻ മേടിച്ചൊരു സാധനമാണ് ഇത്. ഇത് വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ഒന്ന് പൊട്ടിച്ചായിരുന്നു. പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതിനകത്ത് റോസ് വാട്ടർ ഉണ്ട് എന്നുള്ള സത്യം. ഇത് തുറന്ന് ഞാൻ മണപ്പിച്ചു നോക്കി. അപ്പം അലോവേര ജെല്ലിന്റെ മണമല്ലെങ്കിലും നല്ല റോസ് വാട്ടറിന്റെ മണമാണ് വന്നോണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ സാധനം വലിയ ഇഷ്ടമല്ല. റോസ് വാട്ടർ എനിക്കതിന്റെ മണം ഇഷ്ടമല്ല. മാമാഅർത്തിന്റെ അലോവേര ജെല്ല് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും അതിനൊരു മണമില്ല. എന്നാ ഇതിനേക്കാളും കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസിയാണ്. അത് സ്കിന്നിൽ ഇട്ടതായിട്ട് അറിയത്തുപോലും ഇല്ല കേട്ടോ. അത് നമ്മൾ ചുമ്മാ ഇങ്ങനെ തേക്ക് മസാജ് ചെയ്യാൻ കളയാനൊന്നുമില്ല, അങ്ങ് വെച്ചോണ്ട് നടക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ ലുക്ക് കൊണ്ട് നമ്മള് ആരെയും ജഡ്ജ് ചെയ്യരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനെ ജഡ്ജ് ചെയ്യുന്നില്ല. ഇത് മണം കൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ഞാൻ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതായിരിക്കും ഗൈസ്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഈ തവണ ഞാൻ മേടിച്ച എല്ലാ സാധനങ്ങളും ഞാൻ ആദ്യമായിട്ട് മേടിച്ച സാധനങ്ങൾ. ഞാൻ ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ പടം അതിന്റെ ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ലാക്മിയുടെ ഐലൈനർ ആയിരിക്കും. സ്ഥിരമായിട്ട് മേടിക്കുന്ന ഡാസ്ലറിന്റെ ഐലൈനർ സ്ഥിരമായി മേടിച്ച് ഞാൻ മേടിച്ചതുവരെ ഞാൻ അങ്ങനെ ലാക്മിയുടെ ഐലൈനർ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് പക്ഷെ ഇഷ്ടമാണ്. ഞാനിത് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ അറിയാവുന്ന സാധനം മേടിച്ചു. ബാക്കിയെല്ലാം ഞാൻ പരീക്ഷണത്തിന് മുകളിൽ മേടിച്ചതാണ്. ഓക്കെ, ഇത് എനിക്ക് പർപ്പിളുകാര് തന്ന ഗിഫ്റ്റ് ആണ്. എനിക്കൊന്ന് പർപ്പിൾ എല്ലാവർക്കും ഈ സെയിം ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന കുട്ടി പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്ത് കുറെ സാധനങ്ങൾ മേടിച്ചപ്പോഴും ഈ സെയിം സാധനം ഗുഡ് വൈബ്സിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ആയതുകൊണ്ട് പിന്നെ അവർ ഇതെങ്കിലും തന്നുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാൻ സമാധാനിക്കുന്നു. പിന്നെ ഞാൻ മേടിച്ചത് NYBയുടെ ഒരു മസ്കാര, വോളിമൈസിങ് മസ്കാര. ഇതും ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ്. ഇതുവരെ ഞാൻ ഈ മസ്കാര ഉപയോഗിച്ചിട്ടില്ല. എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും ഗൈസ്.
റിവ്യൂ ഇടുന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്ന പോലെ പറയുന്നത്. എന്നാലും നമ്മൾ അറിയിക്കണമല്ലോ, നമ്മൾ മേടിക്കുന്ന കാണിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കണ്ടേ. ഇത് ലിവിയോന്റെ ഒരു ഹെയർ സിറം. ഇതും ഞാൻ ആദ്യമായിട്ട് മേടിച്ചു. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ട്രസ്മിയുടെ ഒരു ഹെയർ സിറം. അതിന്റെ 2 ഹെയർ സിറം ഉണ്ട് ട്രസ്മിയുടെ. ഒരു റെഡും ഉണ്ട്, ഒരു മഞ്ഞ കളറിൽ ഇരിക്കുന്ന ഒരെണ്ണമുണ്ട്. ഞാൻ റെഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നല്ലതാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇത് എനിക്ക് എന്റെ അമ്മ എങ്ങനെയാണ് ഇത് കണ്ടാണല്ലോ എന്റെ തലമണ്ടയ്ക്കടിക്കും. കഞ്ഞിവെള്ളമാണ് ഗൈസ്, കഞ്ഞിവെള്ളം. വീട്ടിൽ കഞ്ഞിവെള്ളം ഇല്ലാഞ്ഞിട്ട് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച കഞ്ഞിവെള്ളം. എനിക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ഇത് കണ്ടിട്ട് എന്റെ അമ്മേനെ കൊല്ലാതിരുന്ന ഭാഗ്യം. കൊല്ലാതിരുന്ന ഞാൻ ഇതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും ഗൈസ്. സോ ഇത്രയാണ് ഞാൻ ഈ മാസം മേടിച്ച സാധന സാമഗ്രികൾ. ഓക്കെ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരും ചോദിക്കില്ല എന്ന് എനിക്കറിയാം, എങ്ങനെയുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് ആരും ചോദിക്കാനില്ല. പക്ഷെ ഞാൻ ഇടും, എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബൈ.